ബി.ജെ.പി. ഇതര മുഖ്യമന്ത്രിമാരെ രാജ്യത്ത് സ്വൈര്യവിഹാരം നടത്തുവാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് ആ പാർട്ടി. അന്ധമായ രാഷ്ട്രീയ വിരോധം ഒന്ന് മാത്രമാണ് ബി.ജെ.പിയുടെ എതിർപ്പുകൾക്ക് പിന്നിൽ. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ബി.ജെ.പി. മുഖ്യമന്ത്രിമാരാണെങ്കിൽ രാജ്യത്ത് കറങ്ങി നടക്കുകയും ചെയ്യുകയാണ്. വരും ദിവസങ്ങളിൽ തമിഴ്നാട്ടിൽ എത്തുന്ന മുഖ്യമന്ത്രിമാരെ വഴിയിൽ തടയുമെന്നും കരിങ്കൊടി കാണിക്കുമെന്നും ഭീഷണിപ്പെടുത്തുകയാണ് ഇപ്പോൾ ബി.ജെ.പി. ചെയ്യുന്നത്. മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സമ്മേളന വേദിയിലേക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന മുഖ്യമന്ത്രിമാരെയാണ് തടയുമെന്ന് ബി.ജെ.പി. ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. സംസ്ഥാന വ്യാപകമായി കരിങ്കൊടി പ്രതിഷേധം നടത്തുവാൻ ബി.ജെ.പി. തീരുമാനിച്ചതായിട്ടും ബി.ജെ.പി. അധ്യക്ഷൻ കെ അണ്ണാമലൈ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തമിഴ്നാട് ബി.ജെ.പിയിൽ അടുത്തിടെ വലിയ പൊട്ടിത്തെറികൾക്കാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. അണ്ണാമലയുടെ കസേര ഇളകുവാൻ കെ സൗന്ദരരാജൻ അടക്കമുള്ള നേതാക്കൾ രംഗത്തിറങ്ങിയിരുന്നു. ബി.ജെ.പിക്ക് തമിഴ്നാട്ടിൽ നാളിതുവരെ ആയിട്ട് ചെറുവിരൽ പോലും അനക്കാൻ സാധിച്ചിരുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ച അണ്ണാമലൈ പറപ്പിക്കുവാൻ തമിഴ്നാട്ടിലെ മറ്റ് ബി.ജെ.പിക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് അണ്ണാമലൈ ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. തമിഴ്നാടിന്റെ താൽപര്യങ്ങൾക്ക് എതിർത്ത് നിൽക്കുന്ന കേരളത്തിന്റെയും കർണാടകത്തിന്റെയും ഭരണാധികാരികളെ മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ വരവേൽക്കുന്നതിൽ പ്രതിഷേധിച്ചുകൂടിയാണ് സമരമെന്നാണ് അണ്ണാമലൈ പറയുന്നത്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെയും കർണാടക ഉപമുഖ്യമന്ത്രിക്കെതിരെയും പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നും അണ്ണാമലൈ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ബി.ജെ.പി. സമരം പ്രഖ്യാപിച്ചതോടെ മുഖ്യമന്ത്രിമാർ വന്നിറങ്ങുന്ന ചെന്നൈ വിമാനത്താവളത്തിന്റെ സുരക്ഷ പോലീസ് വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. വിമാനത്താവളത്തിൽ വെച്ച് തന്നെ പ്രതിഷേധിക്കുമെന്നാണ് ബി.ജെ.പി. അറിയിച്ചിരിക്കുന്നത്. മണ്ഡല പുനർനിർണയ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല എന്നും എല്ലാ മേഖലകളിലും പരാജയപ്പെട്ട ഡി.എം.കെ. സർക്കാർ അതിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനാണ് ഈ വിഷയം ഉയർത്തി നാടകം കളിക്കുന്നത് എന്ന ആരോപണവും ബി.ജെ.പി. ഉന്നയിക്കുന്നുണ്ട്. രാവിലെ 10 മണിക്ക് മുഴുവൻ ബി.ജെ.പി. പ്രവർത്തകരും സ്വന്തം വീടിന് മുന്നിൽ കരിങ്കൊടിയുമായി പ്രതിഷേധിക്കണമെന്നും അണ്ണാമലൈ ആഹ്വാനം ചെയ്യുന്നുണ്ട്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാടിന് എതിര് നിൽക്കുന്ന കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെയും കാവേരിയിൽ നിന്നും വെള്ളം വിട്ടു നൽകുന്നതിനെതിരെ എതിർക്കുന്ന കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിനെയും സ്റ്റാലിൻ ചുവപ്പ് പരവതാനി വിരിച്ച് വരവേൽക്കുകയാണെന്നും ബി.ജെ.പി. പറയുകയാണ്. ഇന്ത്യ സഖ്യത്തിലെ ഈ നേതാക്കന്മാരെ തമിഴ്നാട് സംസ്കാരത്തിന്റെ ശത്രുക്കളെ വ്യാഖ്യാനിക്കുന്നത് വഴി പ്രതിഷേധത്തിന് വേറിട്ട മാനം നൽകുവാനും ബി.ജെ.പി. ശ്രമിക്കുന്നുണ്ട്. ഇവിടെ അണ്ണാമലൈ ലക്ഷ്യം വെക്കുന്നത് തന്റെ അടികൊണ്ടിരിക്കുന്ന കസേര പിടിച്ചു നിർത്തുക എന്നത് മാത്രമാണ്. അതിന് കേന്ദ്രത്തിലെ നേതാക്കന്മാരെ പ്രസാദിപ്പിക്കണം എന്ന ബോധ്യം അണ്ണാമലയ്ക്ക് നല്ല പോലെയുണ്ട്. മണിപ്പൂർ പോലെ ഒരു സംസ്ഥാനം കത്തിയെറിഞ്ഞിട്ടും രാജിവെക്കാൻ കൂട്ടാക്കാത്ത മുഖ്യമന്ത്രി ബീരേൻ സിംഗ് പിന്നീട് പലവട്ടം ഡൽഹിയിൽ അടക്കം സന്ദർശനത്തിന് നടത്തിയതാണ്. അന്ന് ബീരേൻ സിംഗിനെതിരെ ചെറുവിരൽ അനക്കാൻ സാധിക്കാതിരുന്ന ബി.ജെ.പി.യാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാർക്കെതിരെയും മറ്റ് നേതാക്കന്മാർക്ക് എതിരെ കരിങ്കൊടി പ്രയോഗവുമായി രംഗത്ത് വന്നിരിക്കുന്നത്.